നാസർകുളായി ഈ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എല്ല് പോയ കോഴി പോലെയാണ്, അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അതാണ് ജമാഅത്തെ ഇസ്ലാമി ആക്കുന്നതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ മതരാഷ്ട്രവാദമൊക്കെ ഉന്നയിച്ചു എന്ന് വെള്ളപൂശി ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ നിലമ്പൂരിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ നിലനിർത്തിയിരുന്നതാണ്. ഇപ്പോഴത് മുന്നണി സ്വഭാവത്തിലേക്ക് എത്താൻ പോവുകയാണ്. അതായത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണി സ്വഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പാർട്ടിയുമായി സഹകരിക്കും എന്ന് വ്യക്തമായിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് അടൂർ പ്രകാശ് പറഞ്ഞ മറുപടികളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതാണ്. അതില് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എത്രയോ കാലങ്ങളായി, ഇപ്പോ ഒരു വർഷത്തിലധികമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ UDFന്റെ ബന്ധം തുടരുകയാണ്. അപ്പോ ഇവരുടെ പുതിയ വാദം കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പില് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, അവരിപ്പോ മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വം തന്നെ ഒരാൾ ദൈവേതര ഭരണ വ്യവസ്ഥക്ക് കീഴിൽ ദൈവേതര വ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോകുകയും ചെയ്യുന്ന പക്ഷം അത് വിശ്വാസത്തിന് വിരുദ്ധമാണ്, അനുവദനീയമല്ല. ഇത് വളരെ കൃത്യമായി പ്രബോധനം 15/1962 അവരുടെ ലേഖനത്തില് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ ഒരു RSSന്റെ അതേ വാദം തന്നെയാണ്. ഒരാള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും എല്ലാം അനിസ്ലാമികമാണ്. അത് ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണ്, ഖിയാമം 1-ാം തീയതി വരെയാണ് എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രസംഗിച്ചത്. ഖിയാമം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസ പ്രകാരം അന്ത്യനാൾ വരെയാണ്. ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാം. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ഒരു മാർച്ച് പൗരത്വ വിഷയവുമായി വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇതേ വിഷയത്തിൽ CPM കോഴിക്കോട് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ജാഥ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് മറ്റു പൊതുസ്ഥലങ്ങളിൽ ജാഥ നടത്തിയിട്ടുണ്ട്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയുടെ ജാഥ നടത്തിയത് എങ്ങോട്ടാണ്? എയർപോർട്ടിലേക്ക്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. എന്റെ വിഷയതാണ്, ആ ജാഥയിലാണ് സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും ചിത്രം പിടിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സമരമുഖങ്ങളിലേക്ക് പോകുമ്പോൾ CPMന്റെ നേതാക്കളുടെയോ കോൺഗ്രസ് നേതാക്കളുടെയോ ലീഗ് നേതാക്കളുടെയോ ചിത്രം പിടിക്കാറുണ്ടോ? ആരാണ് ഈ സയ്യിദ് കുത്തുബും അതുപോലെ തന്നെ ഹസനുൽ ബന്നയും? ഈജിപ്തിൽ വെടിവെച്ചു കൊല്ലപ്പെട്ട മനുഷ്യനാണ് ഹസനുൽ ബന്ന. എന്തിനാ വെടിവെച്ചു വന്നത്? ജമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ, അതായത് ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബും ലോക തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരാണ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം എന്ന സ്ഥാപനം തന്നെ അവരാണ് രൂപപ്പെടുത്തിയത്. അതെ, അവരുടെ ചിത്രം പിടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇതേ കോഴിക്കോട് ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ട്, കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുന്ന കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജാഥ നടത്തുമ്പോഴാണ് നിലമ്പൂരിൽ വെച്ചിട്ട് VD സതീശൻ പറയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റമൊന്നുമില്ല, അവർ പഴയ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അപ്പൊ ഏത് തീവ്രവാദി പ്രസ്ഥാനത്തെയും കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. കോൺഗ്രസും RSSും തമ്മിലുള്ള ബന്ധം നമ്മൾ പറയേണ്ടതില്ലല്ലോ. RSSനെതിരെയുള്ള ശബ്ദിക്കാൻ കോൺഗ്രസ് ഉണ്ടാവില്ല. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. ആ BJPയിലെ ഇന്നത്തെ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ മുൻ മുഖ്യമന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര്, AICC നേതാക്കന്മാര് എന്നതുപോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSS, അതേ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. ഇതില് രസകരമായ മറ്റൊരു കാര്യം കൂടി കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി RSSുമായി നേരിട്ട് ചർച്ച നടത്തിയവരാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും പലതവണ ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രബോധനം വാരിക 1978 ജനുവരി 4-ാം തീയതി പുറത്തിറങ്ങിയ ആദ്യ ചർച്ച കാലത്ത് പുറത്തിറങ്ങിയ പ്രബോധനത്തിന്റെ വാരികയുണ്ട്. ആ വാരികയിൽ അവർ പറയാണ്, ഞങ്ങള് മുസ്ലിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിങ്ങൾക്ക് RSSുമായുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തും. എങ്ങനെയുണ്ട്? RSSുമായി ചർച്ച നടത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയാണ് മുസ്ലിങ്ങൾക്ക് RSSനോടുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തും. ഗുജറാത്ത് കലാപത്തിൽ ആയിരക്കണക്കിന് മുസൽമാനെ കൂട്ടക്കൊല ചെയ്ത, നിറഗർഭിണിയുടെ വയറ്റിലേക്ക് തൃശൂലം കുത്തിക്കയറ്റി നിറഗർഭിണിയെ കൂട്ടബലാത്സംഗം ചെയ്ത RSS കോൺഗ്രസ്സുകാർക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് VD സതീശന്
അവരുടെ ഒരു MP ഉണ്ടായിരുന്നു, ഈസാൻ ജിഫ്രി, ഉം. ഗുജറാത്തുകാരനായിരുന്ന ഈസാൻ ജിഫ്രി. ആ ഈസാൻ ജിഫ്രിയുടെ വീട്ടിലേക്ക് ഗുജറാത്ത് കലാപകാലത്ത് നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഓടിച്ചെന്നു. അദ്ദേഹം വായിൽ ഓർന്നിട്ട് കൊടുത്തു, അതിനുള്ളിലേക്ക് കയറി. എന്തിനാ ഇവരെ ഓടിക്കേറിയത്? അദ്ദേഹം ഒരു പാർലമെന്റ് മെമ്പറാണ്, പാർലമെന്റ് മെമ്പറുടെ വീട്ടിൽ കയറിയാൽ രക്ഷപ്പെടുമെന്നുള്ള ധാരണയിലാണ്. പക്ഷെ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും RSSകാര് കൊലവിളി ഉയർത്തി പുറത്തെത്തിയപ്പോ ഈസാൻ ജിഫ്രി വിളിച്ചത് ആരെയാണ്? ഡൽഹിയിലെ ജനപത് 10-ാം നമ്പർ വസതിയിലേക്ക് നിരവധി തവണ സോണിയാഗാന്ധിയോടൊപ്പം അതേ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഈസാൻ ജിഫ്രി സോണിയാഗാന്ധിയെ വിളിച്ചു, പ്രിയങ്ക ഗാന്ധിയെ വിളിച്ചു, അഹമ്മദ് പട്ടേലിനെ വിളിച്ചു. ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ ഗുജറാത്ത് PCC വിളിച്ചോന്നാണ്. ഗുജറാത്ത് PCCയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്നാ പറഞ്ഞത്. ഇത് ജീവിച്ചിരിക്കുന്ന ഈസാൻ ജിഫ്രിയുടെ ഭാര്യ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ RSSനെ കുറിച്ച് മുസ്ലിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ തിരുത്തും എന്ന് പറയുന്നത് ആരാണ്? മറ്റൊരു മതരാഷ്ട്രവാദിയായ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലേക്ക് പോകാനാണ് ആര് ശ്രമിക്കുന്നത്? VD സതീശൻ. പ്രിയപ്പെട്ട VD സതീശ, കാശ്മീരിലെ പഹൽഗാമിൽ ഈ അടുത്ത കാലത്ത് 23 പേരെയാണ് തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. അതിൽ കേരളീയനായ മലയാളിയായ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളുണ്ട്. കൊച്ചി നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് മധുവിധു ആഘോഷിക്കാൻ പോയതാ. അയാളെ വെടിവെച്ചത് ആരാ? വെടിവെച്ചത് പഹൽഗാമിലെ തീവ്രവാദികൾ. ആരാ പഹൽഗാമിലെ തീവ്രവാദികൾ? VD സതീശൻ അറിയോ? ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയായ പ്രബോധനം എടുത്ത് വായിക്കുക. ആ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോ ഞാൻ പ്രതിദാനം ചെയ്ത് ഇവിടെ സംസാരിക്കുന്നത് CPM-ന്റെ പ്രതിനിധിയായിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കോൺഗ്രസിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ജമാഅത്തെ ഇസ്ലാമി അറബിയിലും ഉറുദുവിലും പറയാ ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ്. അത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. VD സതീശൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി ജമാഅത്തെ ഇസ്ലാമിക്കാരോട്, നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയിൽ കാശ്മീർ ഉണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കാശ്മീർ ഒരേ കോൺഗ്രസ് ആണ്. മുഹമ്മദ് യൂസുഫ് തരിഗാമി CPM-ന്റെ കാശ്മീരിലെ MLA ആണ്. എല്ലാ പാർട്ടിയുടെ ഇന്ത്യയിൽ കാശ്മീർ ഉണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്. ആ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത എന്താണ്? അവർ പറയാണ് ഇതേ പ്രബോധനത്തിൽ, തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. തീവ്രവാദി ഗ്രൂപ്പുകളുമായി നല്ല ബന്ധമാണ് ഞങ്ങൾക്ക്. ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. അള്ളാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയിട്ടുണ്ട്. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. എവിടുത്തെ? കാശ്മീരിലെ. ഇപ്പോ പഴയ ചരിത്രം ഹുറിയത്തിനും അപ്പുറത്തുള്ള ഒരു തീരുമാനമാണ് അവരുടെ 23 പേരെ കാശ്മീരിലെ ജമാഅത്തിന്റെ. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി 23 പേരെയാണ് വെടിവെച്ചത്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ കാശ്മീരിലായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടുണ്ടായിരുന്നു? VD സതീശൻ കൊടുക്കണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവല്ലേ VD സതീശൻ? തീർച്ചയായും അവർ കൃത്യമായി മതരാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് ഖുർആനിലെയും മതചിന്തകളിലെയും ആത്മീയതയെ മുഴുവൻ ചോർത്തിക്കളഞ്ഞ് അതിൽ രാഷ്ട്രീയം കുത്തിനിറച്ച് അതിനെ മതരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് മൗദൂദിസവും ജമാഅത്തെ ഇസ്ലാമിയും. അതുകൊണ്ടാണ് 99% വരുന്ന കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, സുന്നി സംഘടനകളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നതും. അതുകൂടി അടിവരയിടണം ശ്രീ നാസർ കോളായി. കൃത്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 70% സുന്നികളാണ്, 25% മുജാഹിദുകളാണ്. ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഈ കാര്യത്തിലുണ്ടാവും. 5% താഴെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ നഞ്ഞെന്തിന് നാനായി? എന്തിന് നാനായി? കാരണം ഇവർക്ക് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ഈ പത്രത്തിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഏർപ്പാട്. RSSന്റെ മുഖ്യ ശത്രു അവർ പ്രഖ്യാപിച്ചിട്ടാണ്. 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റുകാർ. എന്താ കാരണം? അവര് മതരാഷ്ട്രവാദികളാണ്. അതുപോലെ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി. സ്വാഭാവികമായി മതരാഷ്ട്രവാദത്തിന്റെ കടുത്ത എതിരാളികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ തകർക്കാൻ അനുഭവമുണ്ട്. ബംഗാളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും മാവോയിസ്റ്റുകളും തൃണമൂൽ കോൺഗ്രസും സകല മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിച്ചത്. മനസ്സിലായില്ലേ? ഏതായിരുന്നു ബംഗാള്? ഈ ഇന്ത്യ പാക് വിഭജന കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ചെങ്കോട്ടയിൽ ഉണ്ടായില്ല. എന്താ കാരണം? ത്രിവർണ്ണ പതാക ഉയർത്താൻ നെഹ്റു പറഞ്ഞു അങ്ങ് ഉണ്ടാവണം ചെങ്കോട്ടയിൽ. എന്താ ഗാന്ധി പറഞ്ഞത്? ബംഗാൾ ഒന്ന് ശാന്തമാകട്ടെ,
ഞാൻ വരാം എന്നാ പറഞ്ഞത്. അതെ ആ ബംഗാളിൽ നിന്ന് 1.25 ലക്ഷം ആളുകളാ വെട്ടിമരിച്ചത്. അതെ, ആ 34 കലാപം നടക്കുന്ന തെരുവീതിയിലൂടെയായിരുന്നു ആ അർത്ഥനഗ്നനായ ഫക്കീർ നടന്നു പോയത്. ശരിയാണ്. അതെ, അരുതേ എന്ന് ഞാൻ തിരിച്ചെത്താം ശ്രീ കൊളായി.